വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1067/2025 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. കോപ്പറേറ്റീവിലോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കോപ്പറേഷൻ്റെ ക്വസ്റ്റ്യൻസും പിന്നെ അതുപോലെ GKയുടെ ഭാഗവും കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവിലോടെ ക്ലാസ് നമ്മളിപ്പോഴും ചെയ്യുന്നുണ്ട്. കോപ്പറേറ്റീവിലോ വിശദമായിട്ട് പഠിക്കണം എന്ന് ഇൻട്രസ്റ്റഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ നമ്പറിലേക്ക് മെസ്സേജ് അയക്കി ചോദിക്കുക. നമ്മുടെ യൂട്യൂബിൻ്റെ ഇതുപോലെ ചെയ്യുന്ന എല്ലാ നോട്ട്സും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അവിടെ ഫോൾഡർ വൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. കോപ്പറേഷൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ കഴിഞ്ഞ എക്സാമൊക്കെ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പലതരത്തിൽ, അതായത് ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, പക്ഷേ ബാങ്കിങ് ഒക്കെ നല്ല അഡ്വാൻസ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. കോപ്പറേറ്റീവ് ലോയും അത് നല്ലോണം ഉള്ളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ. അപ്പോൾ നന്നായിട്ട് റിവിഷൻ വേണം, അല്ലെങ്കിൽ നമുക്ക് മറന്നു പോകും. കൺഫ്യൂസിങ് ആയിരുന്നു, ഓപ്ഷൻസ് ഒക്കെ ഒരേപോലെ തോന്നുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ ഇത്രയും കൂടി നന്നായി സ്മാർട്ടായിട്ട് PYQ തന്നെ ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുക. അപ്പോൾ കൂടെ നന്നായി റിവൈസ് ചെയ്യുക. പിന്നെ അറിയാത്ത കൺസെപ്റ്റ്സ് ബാങ്കിങ്ങിനെ സംബന്ധിച്ച് നന്നായി മനസ്സിലാക്കിയെടുക്കണം. ബാങ്കിങ്ങിൽ കൺസെപ്റ്റ്സ് ആയിരുന്നു എല്ലാം, കാണാതെ പഠിക്കേണ്ട ഫാക്റ്റുകളൊക്കെ കൂടുതൽ എല്ലാം കൺസെപ്റ്റ്സാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കി എടുക്കുകയും നന്നായി റിവൈസ് ചെയ്യുകയും വേണം കേട്ടോ. ഓക്കെ, എന്നാലേ അടുത്ത എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കോപ്പറേഷൻ ക്വസ്റ്റ്യൻസ് നോക്കാം. 1067/2025 ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. ഡാഷ് ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ക്രെഡിറ്റ് മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലണ്ട് ആണോ, ജർമ്മനി ആണോ, ഫ്രാൻസ് ആണോ, റഷ്യ ആണോ? ആരുടെ ബർത്ത് പ്ലേസ്? കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോറിൻ കോപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഇംഗ്ലണ്ടാണെങ്കിലും ജർമ്മനി ആണെങ്കിലും ആ ഭാഗമൊക്കെ നന്നായിട്ട് പഠിക്കണം. റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ആണെങ്കിലും അതൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്ത് ഷോർട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കണം കേട്ടോ. കാരണം ക്വസ്റ്റ്യൻസ് ഒരിക്കലും അത് വിട്ടിട്ടൊരു ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും എന്തുണ്ട്, ഈ ഒരു ക്രെഡിറ്റ് മൂവ്മെൻറ്റും അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ജർമ്മനി അതെന്തായാലും വരും. അപ്പോൾ ഇംഗ്ലണ്ടും ജർമ്മനിയും അതുപോലെ തന്നെ റോക്ക്ഡെയിൽ പൈനിയേഴ്സിൻ്റെ ആ സംഭവങ്ങളും അതുപോലെ സ്റ്റേജസ് ഉണ്ടല്ലോ, നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വന്ന സ്റ്റേജസ്, അതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് സ്റ്റേജസ് ഒക്കെ കേട്ടോ. ഫോറിൻ കോപ്പറേഷൻ നമ്മൾ അധികം ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ള കണ്ടൻറ്റ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ജർമ്മനിയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അറിയാവുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നില്ല കേട്ടോ. അടുത്തത് 690ാമത്തെ ക്വസ്റ്റ്യനാണ്. ആസ് ദ സപ്ലൈ ഓഫ് ക്രെഡിറ്റ് വാസ് ഓൺലി വൺ ആസ്പെക്റ്റ് ഓഫ് rural life, the activity of rural primary societies should be diversified so as to cover all aspects of rural life. അതായത് ഓർഗനൈസിങ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നൊരു കീവേഡ് പോലെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഹൂസ് റെക്കമെൻഡേഷൻ വാസ് ദിസ് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിലും ഈ ഓർഗനൈസിങ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് വരുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ കമ്മിറ്റീസ് ആണെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്, റിവ്യൂ കൊടുത്തിട്ടുണ്ട്, കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്, ഇമ്പീരിയൽ കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉത്തരമായിട്ട് തന്നെ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയാണ്. അതായത് സരയ്യ കമ്മിറ്റി എന്നറിയപ്പെടുന്ന 1945 കമ്മിറ്റിയാണ് കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി. അപ്പോൾ അവരുടെ ഒരു മേജറായിട്ടുള്ള ഒരു ഇതാണ് പറഞ്ഞത്, അതിലെ കണ്ടൻറ്റാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി ആരായിരുന്നു? RG സരയ്യ ആയിരുന്നു ചെയർമാൻഷിപ്പ്. അത് ഓർത്ത് വയ്ക്കുക. 1945 ഈ രണ്ട് ഫാക്റ്റും നിർബന്ധമായിട്ട് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, അത് നമുക്ക് ഒഴിച്ചുവിടാനാവാത്തതാണ് രണ്ടും. 1945 സരയ്യേന് കേട്ടോ. പിന്നെ കമ്മിറ്റിയുടെ പേര് പഠിക്കണം. കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി എന്നാണ് കമ്മിറ്റിയുടെ പേര് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ദ പ്രസിഡൻറ്റ് ഓഫ് NCUA ഷാൾ ബി ദ ചെയർമാൻ ഓഫ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യണം, ഡിലീഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഡിലീറ്റ് ചെയ്യണുണ്ടായത്. അപ്പോൾ NCCT ആണ് ആദ്യം പ്രൊവിഷണൽ കൊടുത്തപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത് കൊടുത്തിട്ടുള്ളത്, അതായത് NCUAൻ്റെ ബൈലോയിൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് NCUI, അങ്ങനെയാണ് നമ്മുടെ ആരുടെ ബൈലോയിൽ കൊടുത്തിട്ടുള്ളത്? NCUAയുടെ ബൈലോയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ദ ചീഫ് എക്സിക്യൂട്ടീവ് NCUI ഷാൾ ബി ദ ഡയറക്ടർ ജനറൽ ഓഫ് NCCT എന്നാണ് ആ വാക്ക് കേട്ടോ. അപ്പോൾ അത് അവർക്ക് വേറെ രീതിയിൽ ചോദിച്ച കാരണമായിരിക്കണം അത് ക്യാൻസൽ ചെയ്തത്. ദ ചീഫ് എക്സിക്യൂട്ടീവ് NCUAൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഷാൾ ബി ആരുടെ ഡയറക്ടർ ജനറൽ ആയിരിക്കും? NCCTയുടെ ഡയറക്ടർ ജനറൽ ആയിരിക്കണം. അൺലെസ് അതർവൈസ് ഡിസൈഡഡ് ബൈ ദ NCUA വിത്ത് ദ അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അല്ലെങ്കിൽ NCUAന് എന്ത് ചെയ്യാം? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അപ്രൂവൽ എടുത്ത്
ഡിസൈഡ് ചെയ്യാവുന്നതാണെന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് പഠിച്ചു വയ്ക്കുക. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് NCUA ഷാൾ ബി ദ ഡയറക്ടർ ജനറൽ ഓഫ് NCCT. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് NCUA ഷാൾ ബി ദ ഡയറക്ടർ ജനറൽ ഓഫ് NCCT. അപ്പോൾ NCUAയും NCCTയും പഠിക്കണം കേട്ടോ. അത് മാത്രമല്ല NCCE NCCF എല്ലാം. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ പിന്നെ A4 നടുക്ക കൂടി വരയ്ക്കുക. അപ്പോൾ 2 കോളം പോലെ ആവുമല്ലോ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാം, കുഞ്ഞതായിട്ട്. അപ്പോൾ ഒരു കോളത്തിൽ തന്നെ നമുക്ക് ഏകദേശം ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ കുഞ്ഞു കീവേഡ്സ് ആയിട്ട് എഴുതി വെക്കുക കേട്ടോ. കിട്ടുന്ന പോയിന്റുകളൊക്കെ കീവേഡ്സ് ആയിട്ട് എഴുതി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ റിവിഷൻ ഇത്രയും കൂടി എളുപ്പമായിരിക്കും. അടുത്തത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ കോമൺ ചാലഞ്ച് ഫേസ്ഡ് ബൈ കോപ്പറേറ്റീവ്സ് റിഗാർഡിംഗ് മെമ്പർ എഡ്യൂക്കേഷൻ. മെമ്പർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് കോപ്പറേറ്റീവ്സ് നേരിടുന്ന കോമൺ ചാലഞ്ച് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലിമിറ്റഡ് അവൈലബിലിറ്റി, ഇൻസ്ട്രക്ടേഴ്സ് കുറവാണ്, ലിമിറ്റഡ് അവൈലബിലിറ്റി ആണ്, ഹെവി കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ആണ്, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം മെമ്പേഴ്സ് ആണ്, ലാക്ക് ഓഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ ഇതൊന്നും അല്ല, അതായത് ഹെവി കോസ്റ്റാണ് അവരുടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. കോമൺ ചാലഞ്ച്, കോമൺ ആയിട്ടുള്ള ചാലഞ്ചാണ് കോപ്പറേറ്റീവ്സ് ഫേസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെവി കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷനാണ്. ഭാരിച്ച എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടും ഭാരിച്ച ചിലവാണ് അവർക്കുള്ളത്. സോ അതുകൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേയുമായി ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ ICAയുടെ 2 ക്വസ്റ്റ്യനോളം വന്നിട്ടുണ്ട്. അപ്പോൾ ICA നമ്മളിതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ICA കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ICAയുടെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ICA ഫ്ലാഗ് ആ ഭാഗത്തു നിന്നൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതുകൊണ്ട് 1-2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഭാഗം നന്നായിട്ട് റിവൈസ് ചെയ്യുക. വർഷങ്ങൾ ഓർമ്മയില്ലാത്തതൊക്കെ നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതി കയ്യിൽ വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്ത് നോക്കാം. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ഈസ് ആൻ ആനുവൽ സെലിബ്രേഷൻ ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒബ്സർവ്ഡ് ഓൺ ഫസ്റ്റ് സാറ്റർഡേ ഇൻ ജൂലൈ സിൻസ്. എന്ന് മുതലാണ് ഈ ICAയുടെ ആനുവൽ സെലിബ്രേഷൻ, അതായത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഡേ എന്ന് മുതൽ, ഏത് വർഷം മുതലാണ് ആചരിച്ചു തുടങ്ങിയത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അത് 1923 കേട്ടോ. 1923 മുതലാണ് ആചരിച്ച് തുടങ്ങിയിട്ടുള്ളത്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ഈസ് ആൻ ആനുവൽ സെലിബ്രേഷൻ ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണ്, ആനുവൽ സെലിബ്രേഷനാണ്. അത് ഇന്ന് ഫസ്റ്റ് സാറ്റർഡേ ഇൻ ജൂലൈ ആണെന്നറിയാം. ജൂലൈയിൽ ആദ്യത്തെ സാറ്റർഡേ ആണ് അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്ന് മുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1923 മുതൽ. ഓക്കെ, അപ്പോൾ ICAയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് ഷോർട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത് കേരള കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനും ഫണ്ട് ബോർഡിൽ നിന്ന് തന്നെയാണ് ചോദിച്ചത്. ഇത് സെയിം തന്നെയാണ്. അപ്പോൾ റിപ്പീറ്റേഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. പുതിയ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പോയി കാണുക കേട്ടോ. കണ്ട് ഷോർട്ട് നോട്ട് എഴുതുക. അല്ല മെറ്റീരിയൽ വേണമെങ്കിൽ നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്. ദ കേരള കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ സെക്ഷൻ 57 പറഞ്ഞത്. ആ പ്രൊവിഷൻസിൻ്റെ ഡേറ്റാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് ആ കറക്റ്റ് ഡേറ്റുള്ള ആ ഒരു സർക്കുലറിൽ പ്രകാരമാണ് ഈ ഒരു കേരള കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഏത് ഡേറ്റ് അടക്കം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1/1/2000 ആണോ, 11/1/2012 ആണോ, 20/7/2006 ആണോ, 1/4/2000 ആണോ. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് എന്നാണ് രൂപീകരിച്ചത് എന്ന് നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്കൊരു ഏകദേശം ഐഡിയ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഡേറ്റ് ഓർമ്മ വരുന്നില്ലെങ്കിൽ ആ കറക്റ്റായിട്ടുള്ള ഇയറെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതായിരുന്നു. 11/1/2012 ആണ് കേട്ടോ കറക്റ്റ് ഉത്തരമായിട്ട് വരിക. 11/1/2012 തന്നെ അതിൽ കിടക്കുന്നുണ്ട്. ആ ഒരു പിന്നെ ഫണ്ട് ബോർഡ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ 57B എസ്റ്റാബ്ലിഷ് ചെയ്തത് തന്നെ ഈ ഒരു 11/1/2012 ഡേറ്റിനാണ് കേട്ടോ. സോ 2012 വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കാം. 2012 കേരള കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡുമായി ബന്ധപ്പെട്ട് 2012 ക്വസ്റ്റ്യൻ വീണ്ടും ചോദിച്ചു, റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ എന്നാണ് ഫങ്ഷൻ ചെയ്തതെന്നാണ് അടുത്തത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ എന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നാണ്. അപ്പോൾ അതും കറക്റ്റ് ഡേറ്റ്, പിന്നെ കറക്റ്റ് ഡേറ്റാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഡേറ്റ് എന്നാണ് 7/10/1965 കറക്റ്റ് ഡേറ്റ്. അപ്പോൾ നമുക്ക് കൺസ്യൂമറുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കണം. അതായത് അതിൻ്റെ കേരളത്തിലെ ടയർ, അതുപോലെ തന്നെ ഇന്ത്യ ഒട്ടാകെ മൊത്തം നാഷണൽ ലെവലിലുള്ള ടയർ എങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ
കൺസ്യൂമറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഏത് ഇതിലാണ് പെടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് എന്ത് പെടുക, കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് പെടുക കേട്ടോ. അപ്പോൾ ഇംഗ്ലണ്ടാണല്ലോ നമ്മുടെ ഈ കൺസ്യൂമറിൻ്റെ ഹോംലാൻഡ് എന്നറിയപ്പെടുന്നത് എന്താണ്, ഇംഗ്ലണ്ടാണ്. അപ്പോൾ അതും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കടന്നു വരുന്നുണ്ട് കേട്ടോ, ഒരു കൊട്ടേഷൻ പോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഓർത്ത് വയ്ക്കുക. ഇംഗ്ലണ്ടാണ് ഹോംലാൻഡ് ഓഫ് കോപ്പറേറ്റീവ് സ്റ്റോർ മൂവ്മെൻറ്റ്, അതായത് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റും കൺസ്യൂമർ സ്റ്റോർ മൂവ്മെൻറ്റും കോപ്പറേറ്റീവ് സ്റ്റോർ മൂവ്മെൻറ്റിൻ്റെയും ഹോംലാൻഡായിട്ട് പരിഗണിക്കുന്നത് ഇംഗ്ലണ്ട് തന്നെയാണ്. കാരണം നമ്മുടെ റോക്ക്ടെയിൽ പൈനിയേഴ്സൊക്കെ ഉണ്ടായത് ഫസ്റ്റ് സക്സസ്ഫുൾ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് അവരാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നോൺ അഗ്രികൾച്ചർ നോൺ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞു. യൂണിവേഴ്സിറ്റി സ്റ്റോഴ്സ് ഇൻ കോർപ്പറേഷൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മുൻവർഷ ചോദ്യങ്ങൾക്ക് ഇത്തിരി പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. കോർപ്പറേഷനും അക്കൗണ്ടൻസിയും ഇതന്നെ റിപ്പീറ്റ് ചെയ്യാണ് വരുന്നത്. അപ്പോൾ കോർപ്പറേഷനും അക്കൗണ്ടൻസി നിങ്ങൾ എന്ത് ചെയ്യാം, മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക. ബാങ്കിങ് ആണെങ്കിൽ കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. കോപ്പറേറ്റീവ് ലോ ആണെങ്കിൽ റിലേറ്റഡ് ഫാക്ട്സ് ഉള്ളിൽ നിന്ന് നന്നായി എടുത്ത് പഠിക്കണം കേട്ടോ. കാരണം പണ്ടത്തെ പോലെ സെക്ഷൻ ഏത് റൂൾ ഏതെന്നൊന്നല്ല ചോദിക്കണം, ഉള്ളുന്നാണ് ചോദിക്കണം. അപ്പോൾ അതൊന്ന് പഠിക്കണം. അപ്പോൾ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് എന്താണ്, നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് ആണെന്ന് ആലോചിക്കുക. ഇംഗ്ലണ്ടാണ് അവരുടെ ഹോംലാൻഡ് അല്ലേ, ഹോംലാൻഡ് ഓഫ് കോപ്പറേറ്റീവ് സ്റ്റോർ മൂവ്മെൻറ്റും കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെയും ഹോംലാൻഡ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണെന്ന് ആലോചിക്കുക. ഏത് സൊസൈറ്റിയാണ്, റോക്ക്ടെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് ആണ് അല്ലേ, 1844 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സ്റ്റോഴ്സ് ഇൻ കോപ്പറേഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആണ്. ട്രിപ്ലിക്കൻ എല്ലാവർക്കും അറിയുണ്ടാവും. ട്രിപ്ലിക്കൻ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നമ്മുടെ ഫസ്റ്റ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ അല്ലേ. എവിടെയാണ് അത് രൂപീകരിച്ചത്, 1905 മദ്രാസിലാണ് രൂപീകരിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രിപ്ലിക്കൻ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ദ ഫസ്റ്റ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ. എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1905 മദ്രാസിലാണ്. 14 എഡ്യൂക്കേറ്റഡ് കോപ്പറേറ്റീവ്സ് എല്ലാം കൂടിയിട്ടാണ് ഈ ഒരു ട്രിപ്ലിക്കൻ അർബൻ കോപ്പറേറ്റീവ്സ് ഒക്കെ രൂപീകരിച്ചത് കേട്ടോ. രജിസ്റ്റർ ചെയ്തത് അന്നത്തെ റോക്ക്ടെയിൽ പൈനിയേഴ്സിൻ്റെ മോഡലിലാണ് രജിസ്റ്റർ ചെയ്തത്. അന്ന് 1904 ആക്റ്റാണ് ഉണ്ടായിരുന്നത്. സോ ആ ഒരു ആക്ട് വെച്ചിട്ടാണ് അവർ അത് രജിസ്റ്ററൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസ്യൂമർ കോപ്പറേറ്റീവിനെ വാർ ടൈം ബേബീസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നടേശൻ കമ്മിറ്റി ഇതുമായി കണക്ട് ചെയ്ത് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ അവരെ ടയർ കേട്ടോ, നടേശൻ കമ്മിറ്റി. അവർ പിന്നെ ഡ്യുവൽ മെമ്പർഷിപ്പ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൽ ആപ്ലിക്കബിൾ അല്ല എന്നുള്ള പോയിൻ്റ് ഓർത്ത് വയ്ക്കണം. ഡ്യുവൽ മെമ്പർഷിപ്പ് എവിടെ ആപ്ലിക്കബിൾ അല്ല, കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൽ ആപ്ലിക്കബിൾ അല്ല. പിന്നെ അവരുടെ ടയർ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് ലെവലിൽ നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ ഫെഡിന് താഴെ 3 ടയറാണ് വരുന്നത് അല്ലേ. സ്റ്റേറ്റിൽ നോക്കുകയാണെങ്കിൽ അത് കേരളം വെച്ച് നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ ഫെഡാണ് ആദ്യം വരിക. പിന്നെ അതിനുശേഷം DWCS വരും, അതായത് ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോഴ്സ് വരും. പിന്നെ താഴെയാണ് നമ്മുടെ പ്രൈമറി കൺസ്യൂമർ സ്റ്റോഴ്സ് വരും. അങ്ങനെ 3 ടയറാണ് കേരളത്തിൽ നോക്കുമ്പോൾ. എന്നാൽ നാഷണൽ ലെവലിൽ ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പം NCCF ആണ് അവിടെ അപ്പെക്സ് ആയിട്ടുള്ളത്. പിന്നെ താഴെ സ്റ്റേറ്റ് നമ്മുടെ കൺസ്യൂമർ ഫെഡ് പോലെ തന്നെ സ്റ്റേറ്റിൽ വരും. പിന്നെ DWCA വരും. പിന്നെ പ്രൈമറി കൺസ്യൂമർ സ്റ്റോർ വരും. അപ്പോൾ നാഷണൽ ലെവലിൽ നോക്കുമ്പം 4 ടയറും സ്റ്റേറ്റ് ലെവലിൽ നോക്കുമ്പോൾ 3 ടയറും ആണുള്ളത്. അപ്പോൾ ഈ 2 ടയറും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏതൊക്കെയാണെന്നും പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്താണ്, ഒരു മുനിസിപ്പാലിറ്റി ആവാം, അല്ലെങ്കിൽ ഒന്നിലധികം ആ ഒരു ഭാഗത്തെ മുനിസിപ്പാലിറ്റി മൊത്തമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുപാട് വാർഡുകൾ കൂടിയിട്ടൊക്കെയാണ്, പഞ്ചായത്തുകളുണ്ടല്ലോ, പഞ്ചായത്തിലെ വാർഡുകൾ കൂടിയിട്ടാണ് അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷനൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കാണ് അവിടുത്തെ ഏരിയ ഓഫ് ഓപ്പറേഷനിലുള്ള ആരാണോ താമസിക്കുന്നത് അവർക്ക് തന്നെയാണ് മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്റ്റീവ് പ്രൈസ് പോളിസി അവരുടെ ഇമ്പോർട്ടൻ്റ് ആണ്, ആക്റ്റീവ് പ്രൈസ് പോളിസി. പിന്നെ അതുപോലെ ട്രേഡ് ഡെപ്പോസിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്. ഡബിൾ കമ്പാർട്ട്മെൻറ്റൽ സിസ്റ്റം ഇതൊക്കെ പണ്ട് ചോദിച്ചിട്ടുള്ളതാണ്. പാട്രണേജ് ഡിവിഡൻറ്റ്, ആക്റ്റീവ് പ്രൈസ് പോളിസി, പർച്ചേസ് ബോണസ്, ലീഡ് ആൻഡ് ലിങ്ക് സ്കീം ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്, ഇവരുടെ ഒരു ഇതുമായി ബന്ധപ്പെട്ടതാണ്. സോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ പർച്ചേസ് ബോണസ് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നാണ് കേട്ടോ മാറ്റിവെക്കുന്നത്. പർച്ചേസ് ബോണസ് എവിടെ നിന്നാണ് മാറ്റിവെക്കുന്നത്, ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നാണ്. എന്നാൽ പ്രൊഡക്ഷൻ ബോണസ് മാറ്റിവെക്കുന്നത് നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ്. ഓക്കെ, പർച്ചേസ് ബോണസ് മാറ്റിവെക്കുന്നത് എവിടെ നിന്നാണ്, ഗ്രോസ് പ്രോഫിറ്റ് എന്നാണെങ്കിൽ പ്രൊഡക്ഷൻ ബോണസ്, ഈ പ്രൊഡക്ഷൻ ബോണസൊക്കെ ഈ കൺസ്യൂമർ കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടതാണ്. പ്രൊഡക്ഷൻ ബോണസ് ഡയറിയായി ബന്ധപ്പെട്ടതാണ്. പർച്ചേസ് ബോണസാണ് എന്ത്, കൺസ്യൂമർ സ്റ്റോറുമായി ബന്ധപ്പെട്ട് കേട്ടോ, പ്രത്യേകം ഓർത്ത് വയ്ക്കുക. കൺഫ്യൂസിങ് വരുന്ന സംഭവമാണ്. പർച്ചേസ് ബോണസ് ആരുമായി ബന്ധപ്പെട്ടതാണ്, കൺസ്യൂമർ സ്റ്റോറുമായി ബന്ധപ്പെട്ടതാണ്. ആ പർച്ചേസ് ബോണസ് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നുമാണ് മാറ്റിവെക്കുക. ഓക്കെ,
എന്നാൽ പ്രൊഡക്ഷൻ ബോണസ് ആരുമായി ബന്ധപ്പെട്ടതാണ്? ഡയറിയുമായി ബന്ധപ്പെട്ടതാണ്. അതെവിടെ നിന്നും മാറ്റി വയ്ക്കും? അത് നെറ്റ് പ്രോഫിറ്റ് എന്നാണ് മാറ്റി വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോറും അതും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസ്യൂമർ ഫെഡിൻ്റെ വർഷമാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് അല്ലേ. കൺസ്യൂമർ ഫെഡിൻ്റെ വർഷം 7/10/1965 നമ്മൾ അടയാളപ്പെടുത്തി. അത് രജിസ്റ്റർ ചെയ്ത് ഫങ്ഷനിങ് തുടങ്ങിയതാണ് കേട്ടോ. രജിസ്റ്റേർഡ് ചെയ്തത് 4/9 ആയിരുന്നു. 4/9/1965 രജിസ്റ്റർ ചെയ്തത്. ഫങ്ഷനിങ് തുടങ്ങിയതാണ് 7/10/1965. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? എറണാകുളം ഗാന്ധിനഗറിലാണ് അവരെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. സോ കൺസ്യൂമർ ഫെഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം കേട്ടോ. കൺസ്യൂമർ ഫെഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. ഓക്കെ, അവർക്ക് ഒരുപാട് പ്രോഡക്ട്സുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോന്ന്, നീതി ഗ്യാസ്, അതുപോലെ നന്മ സ്റ്റോർ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എല്ലാം കൂടി നമ്മളിതിൽ പറഞ്ഞാൽ നമുക്ക് തീരില്ല കേട്ടോ. എ ഡാഷ് ഇൻ ബാങ്കിങ് ഒക്യൂസ് വെൻ എ ബാങ്ക്സ് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ലയബിലിറ്റീസ് എക്സീഡ്സ് ഇറ്റ്സ് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് അസറ്റ്. അതെന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഒരു ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ലയബിലിറ്റീസ്, അതായത് ആ ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് അസറ്റ്സ് എക്സീഡ് ചെയ്യുകയാണ്, കൂടുകയാണ് എന്തിനേക്കാൾ? ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ലയബിലിറ്റീസിനേക്കാൾ അല്ലേ. അത് എന്താണ് കാണിക്കുന്നത് എന്നാണ്. അപ്പോൾ അത് നെഗറ്റീവ് ഗ്യാപ്പ് എന്നാണ് അതിനെ പറയുക കേട്ടോ. കാരണം നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് അസറ്റ്സ് ആണ് കൂടുതൽ വേണ്ടത്, പക്ഷേ ഇവിടെ എക്സീഡ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ലയബിലിറ്റീസാണ്. അപ്പോൾ അത് നെഗറ്റീവ് ഗ്യാപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. നെഗറ്റീവ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷനാണ് വേർ ദ ബാങ്ക്സ് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ലയബിലിറ്റീസ് ആർ ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് അസറ്റ്സ്. ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് അസറ്റ്സിനേക്കാൾ അവരുടെ ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ലയബിലിറ്റീസ് വർദ്ധിച്ച് നിൽക്കുന്ന അവസ്ഥ, ഒരു സിറ്റുവേഷൻ, അതാണ് നെഗറ്റീവ് ഗ്യാപ്പ്. അപ്പോൾ ഈ നെഗറ്റീവ് ഗ്യാപ്പ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ആണ്. അതായത് ബാങ്കിൻ്റെ ക്യാപിറ്റൽ ഏർണിങ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിലുള്ള മൂവ്മെൻറ്റ് കാരണം അവർക്കൊരു അഡ്വേഴ്സ് എഫക്റ്റ് വരുമ്പോഴാണ് എന്ത് ചെയ്യുക, ഈ നെഗറ്റീവ് ഗ്യാപ്പ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതാണ് നെഗറ്റീവ് ഗ്യാപ്പ്. ഇത് ഒരു ഇൻഡിക്കേറ്ററാണ് ബാങ്കിനെ സംബന്ധിച്ചിട്ട്. പിന്നെ ALM എന്ന് പറഞ്ഞാൽ അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻ്റ് ആണ്. വേറൊരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ALM ആണ്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് നെഗറ്റീവ് ഗ്യാപ്പാണ്. അത് ഓവറോൾ ആയിട്ടുള്ള ബാങ്കിൻ്റെ ഫ്രെയിം വർക്ക് റിസ്ക് മാനേജ് ചെയ്ത് കറക്റ്റ് ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ബാങ്കിൻ്റെ ഫ്രെയിം വർക്കാണ് ഈ അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിക്വിഡിറ്റി റിസ്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് അവരുടെ പേയ്മെൻറ്റ് ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതാണ് ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തത് നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് TNA. അപ്പോൾ എന്താണ് TNA? ട്രെയിനിങ് നീഡ്സ് അസസ്മെൻ്റ് ആണ് TNA എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ. അത് വായിക്കുമ്പോൾ തന്നെ ട്രെയിനിങ് നീഡ്സ് അസസ്മെൻറ്റുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? ഓപ്ഷൻ D ആണ്. ടു ഐഡൻറ്റിഫൈ ദ പെർഫോമൻസ് ഗ്യാപ്സ്. അതുതന്നെയാണ് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാനുള്ളത്. അപ്പോൾ ഈ TNAയുടെ ബേസിക് പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുതന്നെയാണ്, ഐഡൻറ്റിഫൈ സ്കിൽസ് ആൻഡ് നോളജ് ഗ്യാപ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻസ് വർക്ക് ഫോഴ്സ് ടു എൻഷുർ എംപ്ലോയീസ് ഹാവ് ദ നെസസറി കോമ്പിറ്റൻസീസ് ടു മീറ്റ്. ഓർഗനൈസേഷൻ്റെ ഗോൾസ് മീറ്റ് ചെയ്യാൻ എംപ്ലോയീസിന് എന്ത് വേണം? നെസസറി ആയിട്ടുള്ള കോമ്പിറ്റൻസീസ് വേണമല്ലോ. ഓക്കെ, അപ്പോൾ അത് നോക്കൽ തന്നെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യൽ തന്നെയാണ് ഒരു ട്രെയിനിങ് നീഡ്സ് അസസ്മെൻറ്റിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറെയുണ്ട്, അതായത് ട്രെയിനിങ് ഗ്യാപ്സ് ഫില്ല് ചെയ്യുക, അതുപോലെ തന്നെ ട്രെയിനിങ് വിത്ത് സ്ട്രാറ്റജിയോട് കൂടിയിട്ട് ട്രെയിനിങ് അലൈൻ ചെയ്യുക, ഒപ്റ്റിമൈസ് ചെയ്യുക, മാക്സിമം റിസോഴ്സസ് ഒപ്റ്റിമൈസ് ചെയ്ത് അവരെ അലോക്കേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ എംപ്ലോയിയുടെ ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യലും എന്താണ് ഈ TNAയുടെ ഒരു ധർമ്മമാണെന്ന് പറയാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് നമ്മുടെ ഡയറിയായി ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു. ഖൈറ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ അറ്റ് ആനന്ദ് എന്നാണ് ഫോം ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഖൈറ. അപ്പോൾ ഖൈറയും ഖത്രയൊക്കെ എപ്പോഴും മാറാറുള്ളതാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1946 നമുക്ക് വർഷം കേട്ടോ. 1946 ഖൈറ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ അറ്റ് ആനന്ദ്. ഓക്കെ, അപ്പോൾ ഈ ഖൈറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഖൈറ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ 1946 ഡിസംബർ 14 എന്ന് പഠിച്ചോളൂ കേട്ടോ. ഡിസംബർ 14 എന്നുകൂടി പഠിച്ചോളൂ. 1946 ഡിസംബർ 14 ആനന്ദ്, ഖൈറ ഡിസ്ട്രിക്ട്, ഗുജറാത്ത്. അതാണ് അവരുടെ ട്രേഡ് നെയിമാണ് അമൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നറിയപ്പെടുന്നു, അമൂൽ എന്നറിയപ്പെടുന്നു. ഖൈറ അവരുടെ ആദ്യത്തേതായിരുന്നു കേട്ടോ.
1946 ഡിസംബർ 14 അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 1946 ഡിസംബർ 14, ആനന്ദ് ഗൈറ ഡിസ്ട്രിക്റ്റ്, ഗുജറാത്ത്. ഓക്കെ, ഇപ്പോൾ ട്രേഡ് നെയിം എന്താണ്? അമൂൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. ഓക്കെ, അവർക്ക് ശരിക്കും ഒരു 3 ടയർ ആയിട്ടുള്ള പ്രവർത്തനമാണ് വന്നിട്ടുള്ളത്. അതായത് വില്ലേജ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു ഭാഗമുണ്ട്, പിന്നെ അതുപോലെ തന്നെ റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു ഭാഗം കോപ്പറേറ്റീവ്സ് ഉണ്ട്, പിന്നെ കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും ഉള്ള ഒരു ടയറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടയറിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ത്, ഖത്ര എന്ന് പറഞ്ഞിട്ട് സംഭവം. അതെന്താണ്? അത് ഫസ്റ്റ് മിൽക്ക് സൊസൈറ്റി ഇൻ ഇന്ത്യയാണ് ഖത്ര. ഖത്ര എവിടെയാണ്? അലഹബാദിലാണ്, യു പിയിൽ. 1913 കണക്ട് ചെയ്ത് വെക്കേണ്ട വർഷം. അപ്പോൾ ഇവരുടെ സ്ട്രക്ചർ ചോദിക്കുകയാണെങ്കിൽ ഇവരുടെ സ്ട്രക്ചർ എന്താണ്? നമ്മുടെ നോക്കുകയാണെങ്കിൽ മിൽമയാണ് അപ്പെക്സിൽ നിൽക്കുന്നത്, താഴെ RCMB ഉണ്ട്, പിന്നെ അതിന് താഴെയാണ് ഈ ആപ്കോസ് വരുന്നത്. അപ്പം ഈ ആപ്കോസ് വരുന്നത് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 തരത്തിലുള്ള ആപ്കോസ്, അതായത് ഫസ്റ്റ് പ്രൈമറി മിൽക്ക് കോപ്പറേറ്റീവ്സ് ഇൻ കേരള ഉണ്ടല്ലോ, അത് ശരിക്കും 2 തരത്തിലാണുള്ളത്. ഒന്ന് KVCS ആണ്, അതായത് എന്താ അത്? ക്ഷീര വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി, വ്യവസായം, അത് ട്രഡീഷണലാണ് കേട്ടോ. പിന്നെ ഉൽപ്പാദകം, അതാണ് KUCS എന്നറിയപ്പെടും. ഓക്കെ, ക്ഷീര ഉൽപ്പാദക കോപ്പറേറ്റീവ് സൊസൈറ്റി, അതാണ് ആപ്കോസ്. ആപ്കോസ് രണ്ടാമത് പറഞ്ഞ KUCS ആണ് ആപ്കോസ് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ഈ ക്ഷീര വ്യവസായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഏതാണ്? തിരുമല വനിതാ ക്ഷീര വ്യവസായമാണ് ഫസ്റ്റ് മിൽക്ക് സൊസൈറ്റി ഇൻ കേരള എന്നറിയപ്പെടുന്നത്. ഈ ക്ഷീര വ്യവസായ ബന്ധപ്പെട്ടിട്ടാണ് കാറ്റിൽ മോർട്ടാലിറ്റി ഫണ്ടൊക്കെ ഉള്ളത് കേട്ടോ. ആരുമായി ബന്ധപ്പെട്ടതാണ്? ക്ഷീര വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി, ട്രഡീഷണൽ സൊസൈറ്റീസ്, അതാണ് ഈ KVCS എന്ന് പറഞ്ഞ വ്യവസായം. അവരുമായി ബന്ധപ്പെട്ടതാണ് കാറ്റിൽ മോർട്ടാലിറ്റി ഫണ്ട്. പിന്നെ അവരുടെ ഓഡിറ്റിംഗ് നടത്തുന്നത് ആരാണ്? കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ 1 അതിലധികമോ ഉള്ള വില്ലേജസ് ആയിരിക്കും കേട്ടോ. ഇൻഡിവിജ്വൽസിനാണ് നോർമലി, അതായത് കറവ പശു വേണം അങ്ങനത്തെ ആൾക്കാർക്കാണ് മെമ്പർഷിപ്പ് കൊടുക്കുക. അതില്ലാത്ത ആൾക്കാരുണ്ട്, നോൺ പ്രൊഡ്യൂസർ മെമ്പർമാരുണ്ട്, പക്ഷേ അവർക്ക് മെമ്പർഷിപ്പിൻ്റെ പ്രിവിലേജസ് ഒന്നും അവൈലബിൾ ആവില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു KUCSഉം KVCSഉം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡാഷ് ആൻഡ് ഡാഷ് ആർ ദ 2 പൈനിയേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജർമ്മനി. ജർമ്മനി പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഇംഗ്ലണ്ടും ജർമ്മനിയും ഒന്നും ഒഴിവാക്കാൻ പാടില്ല. ഷൂൾസിനെയും അതുപോലെ ഷൂൾസ് ആൻഡ് റൈഫിസനാണ് ഇവിടെ ഉത്തരം വരിക. അപ്പോൾ ഷൂൾസിനെയും റൈഫിസനെയും നന്നായി നോക്കണം, അവരുടെ എല്ലാ വർഷങ്ങളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം നോക്കണം. അപ്പോൾ ഡാഷ് ആൻഡ് ഡാഷ് ആർ ദ 2 പൈനിയേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജർമ്മനി എന്ന് പറഞ്ഞാൽ റൈഫിസൺ ആൻഡ് ഷൂൾസ് ആണ്. അടുത്തത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വാസ് ഫൗണ്ടഡ് ഇൻ ഇംഗ്ലണ്ട്. ഏത് ഡേറ്റ് ആണ്? കറക്റ്റ് ഡേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് ICAയുടെ. അപ്പോൾ ICAയുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതല്ലേ ഡിസ്കസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ഏതാ ഡേറ്റ്? 19 ആഗസ്റ്റ് 1895. ഇമ്പോർട്ടൻ്റ് ആയ ഡേറ്റുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ച് പഠിക്കുക. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വാസ് ഫൗണ്ടഡ് ഇൻ ലണ്ടൻ ഓൺ 19th ഓഗസ്റ്റ് 1895. ഓക്കെ, അടുത്തത് ഒരു കൊട്ടേഷൻ പോലെ തന്നിട്ടുള്ളതാണ്. അതായത് ഹോളിയോക്ക് ആഫ്റ്റർ സ്റ്റഡിയിങ് ദ ഏർലി ഡാഷ് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട് ഡിഫൈൻഡ് ഇറ്റ് ഈസ് എ വോളണ്ടറി കൺസേർട്ട് വിത്ത് ഇക്വിറ്റബിൾ പാർട്ടിസിപ്പേഷൻ ആൻഡ് കൺട്രോൾ എമംഗ് ഓൾ കൺസേൺഡ് ഇൻ എനി എൻ്റർപ്രൈസ്. ഇത് വായിക്കുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുമെങ്കിലും ഇംഗ്ലണ്ടിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലണ്ടിലെ സക്സസ്ഫുൾ ഏതാണ്? സക്സസ്ഫുൾ ആയിട്ടുള്ളത് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഉത്തരമായി തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ 1, 2, 3 പ്രാവശ്യമൊക്കെ വായിക്കുക. അപ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെ കണക്ട് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ വരും അല്ലേ. ഹോളിയോക്ക് ആഫ്റ്റർ സ്റ്റഡിയിങ് ദ ഏർലി ഡാഷ് മൂവ്മെൻറ്റ്, ഏർലി കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണ് ഇൻ ഇംഗ്ലണ്ട് ഡിഫൈൻഡ് ഇറ്റ് ആസ് എ വോളണ്ടറി കൺസേർട്ട് വിത്ത് ഇക്വിറ്റബിൾ പാർട്ടിസിപ്പേഷൻ ആൻഡ് കൺട്രോൾ എമംഗ് ഓൾ കൺസേൺഡ് ഇൻ എനി എൻ്റർപ്രൈസ്. ഓക്കെ, അടുത്തത് കോപ്പറേഷൻ ഈസ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻ വെറിൻ പേഴ്സൺ വോളണ്ടറിലി അസോസിയേറ്റ് ടുഗദർ ആസ് ഹ്യൂമൻ ബീങ്സ് ആയിട്ട് വോളണ്ടറിലി ഒത്തുകൂടുന്നു ഓൺ ദ ബേസിസ് ഓഫ് ഇക്വാലിറ്റി ഫോർ ദ പ്രൊമോഷൻ ഓഫ് സോഷ്യൽ ഇൻട്രസ്റ്റ് ഓഫ് ദംസെൽസ്. ഈ ഡെഫിനിഷൻ ആരുടെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കൊട്ടേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കൊട്ടേഷൻസും ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ പഠിച്ചിരിക്കാനൊന്നും പറ്റിക്കൊള്ളണമെന്നില്ല അല്ലേ. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് ഒരുവിധം കൊട്ടേഷൻസൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ ഓർത്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത് പുതിയൊരു കൊട്ടേഷനാണ്, നമ്മൾ സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിരുന്ന കൊട്ടേഷനൊന്നും അല്ല, അതിൽ നിന്നും വിഭിന്നമായിട്ടുള്ളൊരു കൊട്ടേഷനാണ് വന്നിട്ടുള്ളത്. ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് കാൽവർട്ട് ഉണ്ട്, VL മാത്തിൻ്റെ, അതുപോലെ തന്നെ ML ഡാർലിംഗ് ഉണ്ട്, പിന്നെ ഉള്ളത് ഹെറിക്ക് എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. അപ്പോൾ അത്
ആരുടെ ഫേമസ് ആയിട്ടുള്ള അത്ര നമ്മൾ മുമ്പ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് കാൽവർട്ടാണ് ഇവിടെ കേട്ടോ. എച്ച് കാൽവർട്ടിൻ്റെ ആണ് ഇത്. ഓക്കെ. Cooperation is a form of organization wherein persons voluntarily associated together as human beings on the basis of equality for the promotion of economic interests of themselves. അപ്പോൾ ഈ കൊട്ടേഷൻസ് ഓർത്ത് പഠിക്കാനുള്ള ഒരൊറ്റ വഴി എന്താ വെച്ചാൽ ഈ കൊട്ടേഷൻസിന് മാത്രമായിട്ട് നിങ്ങളൊന്ന് ഒരു പേജോ 2 പേജോ മാറ്റി വയ്ക്കുക. അപ്പോൾ സാധാരണ A4 ഷീറ്റ്. അപ്പോൾ കൊട്ടേഷൻസ് കാണുമ്പോൾ നിങ്ങൾ പെറുക്കി അവിടെ പോയി എഴുതുക കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യുക, ഒരുമിച്ച് ഒരു സ്ഥലത്ത് എഴുതി വയ്ക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏതാ ചോദിച്ചത് ഏതാ ചോദിക്കാത്തതെന്നൊക്കെ വേഗം തരയാനും തപ്പാനും എളുപ്പമാണ്. ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആദ്യമായിട്ട് കൺസീവ് ചെയ്തത് DR ഗാഡ്ഗിലാണ്. അപ്പോൾ അന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പറഞ്ഞ പോലെ ഗാഡ്ഗിലിൻ്റെ സ്പെല്ലിങ്ങിന് ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ. ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എപ്പോഴും ചോദിക്കുന്നതാണ്. DR ഗാഡ്ഗിലിനെ പ്രത്യേകം ഓർത്ത് വയ്ക്കുക. അപ്പോൾ കോപ്പറേഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയി. ഇനി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, GKയുടെ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് വേഗം ഓടിച്ച് നോക്കാം കേട്ടോ. ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രീഡം ഓഫ് പ്രസ് പറഞ്ഞിട്ടുള്ളത് ഏത് ആർട്ടിക്കിളിലാണെന്നാണ്. അപ്പോൾ ഈ ഭാഗത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. 19(1)(a) പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അടുത്തത് ഇന്ത്യസ് ലാർജസ്റ്റ് ട്രേഡ് പാർട്ട്ണർ ആരായിരുന്നു എന്നല്ലേ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ അമേരിക്കയായിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക വ്യാപാര ഉടമ്പടികൾ. അതൊന്ന് പിൻവാങ്ങിയപ്പോഴാണ് അമേരിക്കയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അല്ലേ, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സോഷ്യൽ ഇഷ്യൂസൊക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്യുക, വേൾഡ് ലെവലിലാണെങ്കിലും നാഷണൽ ലെവലിലാണെങ്കിലും ജസ്റ്റ് ശ്രദ്ധിക്കുക. ഇപ്പോൾ PM ശ്രീ പദ്ധതി അതൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്ത സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പല ചോദ്യങ്ങളും വരും. പക്ഷേ ഇപ്രാവശ്യം ഒന്നും ചോദിച്ചു കണ്ടില്ല. ഇനി നെക്സ്റ്റ് പ്രാവശ്യം ചോദിക്കുമോ എന്നറിയില്ല. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. ന്യൂസിൽ നിറഞ്ഞു നിൽക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കാം. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ഓവർ വിച്ച് റിവർ ദ വേൾഡ്സ് ഹയസ്റ്റ് റെയിൽ ബ്രിഡ്ജ് വാസ് ബിൽഡ്. അതായത് ഏറ്റവും ഉയരം കൂടിയ റെയിൽ ബ്രിഡ്ജ് ഏത് നദിക്ക് കുറുകയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പം ജമ്മു കാശ്മീരിനെ കണക്ട് ചെയ്യുന്നത് തന്നെയാണ് ചെനാബ് തന്നെയാണ് ആ പാലത്തിൻ്റെ പേരും വരുന്നത് കേട്ടോ. ചെനാബിലാണ് എന്ത് ചെയ്യുക ഏറ്റവും വേൾഡിലെ തന്നെ ഹയസ്റ്റ് റെയിൽ ബ്രിഡ്ജാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചെനാബിന് കുറുകെയാണ് വരുന്നത്. ഓക്കെ. അടുത്തത് വിച്ച് സിറ്റി ഈസ് നോൺ ആസ് ലിയോപാഡ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഇപ്പോൾ ബാംഗ്ലൂരു ആണ്. അപ്പോൾ ആദ്യം ബോംബെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മുംബൈനെ പിന്തള്ളിയിട്ടാണ് ലിയോപാഡ് ക്യാപിറ്റൽ, പുള്ളിപ്പുലികൾ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ആ സിറ്റി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരു ആണ്. ആദ്യം മുംബൈ ആയിരുന്നു, മുംബൈ ഇപ്പം അല്ല, അപ്പോൾ ബാംഗ്ലൂരാണ്. അടുത്തത് നെയിം ദ ഓതർ ഹു വൺ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. വീണ്ടും രാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക്. അപ്പോൾ അത് വീണ്ടും ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർക്കറിയാം. വീണ്ടും ചോദിച്ചു, ഇതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്തു. അഖിൽ പി ധർമ്മജനാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് ഹു ഇസ് ദ കറൻറ്റ് അംബാസഡർ ഓഫ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ കറൻറ്റ് അംബാസഡറിനെയാണ് ചോദിച്ചിട്ടുള്ളത്. PR ശ്രീജേഷ്. അപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങനത്തെ ഫാക്റ്റുകളൊക്കെ നോക്കിയിരിക്കണം. ഹു ഡെലിവേർഡ് ദ ഫേമസ് കോഴഞ്ചേരി സ്പീച്ച് നടത്തിയത് ആരാന്നാണ് കേട്ടോ. കോഴഞ്ചേരി സ്പീച്ച് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് നോക്കാം. കോഴഞ്ചേരി സ്പീച്ച് നടത്തിയത് ആരാണ്? C കേശവനാണ് കേട്ടോ. കോഴഞ്ചേരി സ്പീച്ച് 1935 നടത്തിയത് C കേശവനാണ്. അപ്പോൾ ഈ കോഴഞ്ചേരി സ്പീച്ച് കോഴഞ്ചേരി പ്രസംഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. നിവർത്തന പ്രക്ഷോഭം തിരുവിതാംകൂറിൽ കുറേ ഭരണപരിഷ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് സർ സി പി എന്നറിയപ്പെടുന്ന രാമസ്വാമി അയ്യർ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിനെതിരെയാണ് ഈ ഒരു നിവർത്തന പ്രക്ഷോഭമൊക്കെ കൊണ്ടുവന്നത്. നിവർത്തന പ്രക്ഷോഭം ശരിക്കും തിരുവിതാംകൂറിൽ ഭരണപരിഷ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് കേട്ടോ. തിരുവിതാംകൂറിൽ ഭരണപരിഷ്കാരം വേണം. അതുപോലെ PSCയിലൊക്കെ എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളിക്കണം. അതായത് നോർമലായിട്ടുള്ള ആൾക്കാരെ, സാധാരണ നോർമലായിട്ടുള്ള സിറ്റിസൺസിന് കൂടി പ്രാതിനിധ്യം വേണം എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആവശ്യങ്ങളുമായിട്ടാണ് നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ കൂടുതലായിട്ട് ക്രിസ്ത്യൻസും ഈഴവരും മുസ്ലിംസും അവർക്കാണ് പിന്നോക്കം നിന്നിരുന്നത്. അപ്പോൾ അവർക്ക് പരിഗണന കൊടുക്കാനും മുൻജാതിമാരെ പോലെ തന്നെ അവർക്കും കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് നിവർത്തന പ്രക്ഷോഭം രൂപം കൊണ്ടത് അല്ലെങ്കിൽ നടന്നിരുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C കേശവൻ കൂടാതെ NV ജോസഫും ഉണ്ടായിരുന്നു. ഇതിൽ പറഞ്ഞ NV ജോസഫിനെ കൊടുത്തിട്ടില്ല, C കേശവനെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. NV ജോസഫ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവർ ഭരണം പിടിക്കുകയൊക്കെ ഉണ്ടായി. അന്ന് TM വർഗീസ് ആയിരുന്നു കേട്ടോ ഭരണത്തിലൊക്കെ എത്തിയത്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആവശ്യമില്ല. കോഴഞ്ചേരി സ്പീച്ച് 1935 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിവർത്തന പ്രക്ഷോഭം ബന്ധപ്പെട്ടിരിക്കുന്നു. നിവർത്തന പ്രക്ഷോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂറിൽ ഭരണപരിഷ്കാരത്തിന് വേണ്ടിയിട്ട്, അതായത് സർ CP-യുടെ കുറേ മാറ്റങ്ങൾക്കെതിരെ അല്ലെങ്കിൽ കുറേ നയങ്ങൾക്കെതിരെയുള്ള ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ പ്രക്ഷോഭമായിരുന്നു നിവർത്തന പ്രക്ഷോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രധാനപ്പെട്ട നേതാക്കന്മാർ NV ജോസഫും അതുപോലെ C കേശവനുമായിരുന്നു കേട്ടോ. ഓക്കെ, അടുത്തത് ക്ലാസിക് ഫിലിം ഡയറക്റ്റഡ് ബൈ സർ J. ഇസാൻസ്റ്റീൻ വിച്ച് സെലിബ്രേറ്റഡ്. ഇതിൻ്റെ ഒരു 2025, ശരിക്കും ഈ സിനിമ 1925 കേട്ടോ. അപ്പോൾ അത് 100-ാം വാർഷികം ആഘോഷിച്ചതാണ് ഈ സിനിമയുടെ. ഓക്കെ, സോവിയറ്റ് യൂണിയൻ്റെ പശ്ചാത്തലമായിരുന്നു. ബാറ്റിൽ ഷിപ്പ് പോട്ടംകിൻ എന്നായിരുന്നു ഈ ഒരു സിനിമയുടെ പേര് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആഫ്റ്റർ മീ ദ ഡെല്യൂക്ക് ഹൂ സെഡ് ദിസ്. അതായത് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ് അങ്ങനെ പറഞ്ഞത്? ലൂയിസ് 15 പഠിക്കണം കേട്ടോ. എപ്പോഴും ചോദിക്കാറുള്ളതാണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയിസ് 15 കേട്ടോ. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയിസ് 15. അടുത്തത് സഫ്രീന ലത്തീഫ്. ലിറ്ററേച്ചർ ആണോ, സയൻറ്റിഫിക് റിസർച്ച് ആണോ, മൗണ്ടനിയറിംഗ് ആണോ? അപ്പോൾ മൗണ്ടനിയറിംഗ് ആണ്. എന്താണ് അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കേരളത്തിൽ നിന്നുള്ള ഫസ്റ്റ് വുമണാണ് അല്ലേ. ഓക്കെ, ഫസ്റ്റ് വുമൺ ഫ്രം കേരളയാണ്. മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ഫസ്റ്റ് വുമൺ ഫ്രം കേരളയാണ് ആര്? സഫ്രീന ലത്തീഫ്. അപ്പോൾ ഇതും ആ സമയത്ത് പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, തലക്കെട്ടുകൾ പോലെ വന്നതാണ്. അപ്പോൾ അതുമായി കണക്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഒരു പെട്ടെന്ന് കിട്ടില്ല, നമ്മൾ എല്ലാ ദിവസവും നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോകണം. അപ്പോഴേ നമുക്ക് എക്സാമിന് സമയമാകുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ GK-യും ജസ്റ്റ് നമ്മൾ നോക്കി, കോപ്പറേഷനും നോക്കി. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.